ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സ്വാർത്ഥത കാരണം, പരസ്പരം വിട്ടുകൊടുക്കുവാനുള്ള മടി കാരണം, വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കാരണം, വിവാഹബന്ധത്തെ വില കുറച്ച് കാണുമ്പോൾ അതിൻ്റെ പവിത്രത മനസ്സിലാക്കാതെ പോകുമ്പോൾ നാം മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. വിവാഹം എന്നത് ഒരു വാഗ്ദാനമാണ്, ദൈവം സ്ഥാപിച്ച കൂദാശയാണ് എന്ന സത്യം. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1033 നാം വായിക്കുന്നു: മാരേജ് ഈസ് എ കവനന്റ് ബിറ്റ്വീൻ ടു ബാപ്റ്റൈസ്ഡ് പാർട്ടീസ് raised by Christ to the dignity of a sacrament. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹബന്ധത്തെ വില കുറിച്ച് കാണാനുള്ളതല്ല, മറിച്ച് ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണെന്ന് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2:24 നാം വായിക്കുന്നു: ആകയാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയുമായി ചേരും, പിന്നീട് അവർ ഒരു ശരീരമായി തീരും. ഒരു ശരീരം എന്നത് അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നു. ആയതിനാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വിട്ടുകൊടുക്കാതെ, ഒറ്റപ്പെടുത്താതെ പരസ്പരം ഒരുമിച്ച് ചേർന്ന് പോരാടുമ്പോൾ മാത്രമാണ് ഉത്തമഗീതം 2:16 എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും എന്ന വചനം ഓരോ വിവാഹ ജീവിതത്തിലും പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ആയതിനാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹ ജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായി, നിരുപാധിക സ്നേഹം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്. 1 പത്രോസ് 4:8 നാം വായിക്കുന്നു: ആകയാൽ സർവോപരി ഗാഢമായ പരസ്പര സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്, സാക്രിഫിഷ്യൽ ലവ് അല്ലെങ്കിൽ ത്യാഗപരമായ സ്നേഹം. എഫേഷ്യൻസ് 5:2 പൗലോസ് പറയുന്നു: ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. മൂന്നാമതായി, ക്ഷമ. കൊളോസ്യൻസ് 3:13 പൗലോസ് പറയുന്നു: ഒരുവൻ മറ്റൊരുവന് പരിഭവം ഉണ്ടാക്കിയാൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ സഹവർത്തിക്കുവിൻ. നാലാമതായി, ബഹുമാനം. എഫേഷ്യൻസ് 5:21 പൗലോസ് പറയുന്നു: ക്രിസ്തുവോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് യേശുനാഥൻ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹത്തെ വില കുറച്ച് കാണാതെ ആത്മാർത്ഥമായ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നായി പരിഗണിക്കുവാൻ വിവാഹ ജീവിതത്തിലുള്ള എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. വിവാഹ ബന്ധത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ കുറവുകളുടെ പേരിൽ ഒരുവനെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന ബോധ്യത്തോടുകൂടെ. തള്ളിക്കളയുവാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും ചേർത്ത് പിടിക്കുവാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണത്തിൻ്റെ പേരിൽ ചേർത്ത് പിടിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിക്കുമ്പോൾ മാത്രമാണ് വിവാഹ ജീവിതം സുദൃഢമാകുന്ന ബോധ്യത്തോടുകൂടെ ദൈവത്തോട് ചേർന്നുകൊണ്ട്, ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൽ മുന്നേറുവാൻ ഓരോ വിവാഹിതരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മദർ തെരേസ പറയുന്നു: എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവാഹ ജീവിതത്തിൽ മുന്നേറുവാനും അടിയുറച്ച് ജീവിക്കുവാനും ഓരോ വിവാഹിതരും ആത്മാർത്ഥമായി പരിശ്രമിക്കട്ടെ. അതിനായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.